മെൽവിൻ ചേട്ടന്റെ കണ്ണാടി വെള്ളത്തിൽ പോയി. Hello guys, welcome back to yet another episode of Bridget Diaries. So നമ്മൾ ഇന്ന് എന്താ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളൊരു വ്ളോഗ് എടുത്തു. പ്രത്യേക ആഗ്രഹം ജിബിചേച്ചിയുടെ ആയിരുന്നു, കാരണം നമുക്ക് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു മെമ്മറി ആയിട്ട് തോന്നണം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ ആഗ്രഹ പ്രകാരം പറഞ്ഞോളൂ, എന്താ നമ്മുടെ ഇന്നത്തെ അജണ്ട? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇവിടുത്തെ രാജപുരം ഷാപ്പിലേക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമ്പോൾ ഒരു ബീച്ചിൽ പോക്ക് അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉള്ളതാണ്. ഇത്തവണത്തെ സമയക്കുറവ് മൂലം നമുക്ക് സാധിച്ചില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ബീച്ച് ഒന്ന് മാറ്റി പിടിച്ച് ഷാപ്പിലേക്ക് ആക്കാന്ന് വിചാരിച്ചു. ഷാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ള് മാത്രമല്ല, ഫുഡാണല്ലോ മെയിൻ. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ ഷാപ്പിലേക്ക് ഈ 2 വണ്ടിയിൽ പോവുകയാണ്. അതെ, ഓക്കെ. നമ്മുടെ വാഗമൺ വ്ളോഗിന് ശേഷം നമ്മൾ പിന്നെ ബാക്ക് വിത്ത് വേറൊരു വ്ളോഗ്. നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചീനയുടെ പൊന്നമ്മന ചേട്ടന്റെ കല്യാണമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മള് ആ ഒരു ഇതില് നമ്മൾ പോവുകയാണ്. അമ്മാമു വാഗമൺ ട്രിപ്പിൽ നമ്മൾ ഏറ്റവും മിസ് ചെയ്ത വ്യക്തിത്വമായിരുന്നു. കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. നയന ചേച്ചിയൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഇത്രയും ഗേൾസ് ഉണ്ട്, അതല്ലാതെ കുറെ ബോയ്സിന്റെ ഒരു ഗ്യാങ് ഓഫ് ആൾക്കാർ. നമ്മുടെ ജിബിചേച്ചിയുടെ സ്വന്തം മെൽവിൻ ചേട്ടൻ, നമ്മുടെ എല്ലാമായ നമ്മുടെ വീട്ടിലെ മൂത്ത സഹോദരൻ. അതെ, സോ നമ്മൾ ഈ 2 വണ്ടിയിൽ പോവുകയാണ്. ഓക്കെ ദെൻ ബൈ. ഫ്ലാഷ് ബാക്ക്. End of flashback. എങ്ങനെയുണ്ട്? ഓ അതെ, ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് പറയൂ. കൊള്ളാം, എവനാള് കൊള്ളാം. ഹലോ ഗൈസ്, നമ്മളിപ്പം കവാലം എത്തി. കവാലം എന്ന് പറയുമ്പോൾ കുട്ടനാട് ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഷാപ്പിലോട്ട് പോകുന്നത്. അതായത് ഓക്കെ, യെസ്. എടാ അങ്ങോട്ടാ നമ്മള് പോകുന്നത്? അങ്ങോട്ടാ പോകുന്നത്? ബോട്ടിലോട്ടോ? ബോട്ടിൽ കയറിട്ടോടാ പോകുന്നത്? മീൻ തിന്നാൻ പോ. എടാ എവിടെ പോവാ? ഹായ് ഗായ്സ്, in the land of green and gold, where the rivers gently flow. Hear the whispers of the trees in the softer of the breeze.
boats that glide on calm, still lakes. Morning mist, the sun awakes. The sun. Life flows slowly without time. എനിക്ക് വാത്സല്യം വേണം ചേച്ചി. രണ്ടുപേർ നടുക്കിരിക്കുന്നേ. എനിക്കൊരു അമ്മയുടെ അച്ഛന്റെ വാത്സല്യം കിട്ടിയിട്ടില്ല. എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. തലയോ തലയോ ഓ അതോ സുന്ദരിയോ അതിനെ വന്നിട്ട് മേടിച്ചാ പറയുന്നത്. എന്താ ചേച്ചി വേണ്ട? ബസ് കയറിയോ? സിനിമാറ്റിക് ഷോട്ട് ഗൈസ്. എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ മാത്രം ആദ്യമാവും പിന്നെ നിങ്ങളാകും അങ്ങനെ അങ്ങനെ. അതെന്തായിരുന്നു? സിനിമാറ്റിക് അല്ലേ? ഓ ഏടാ എങ്ങനുണ്ട്? നല്ലതാണോ? ഇനി 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 എവിടാ പോണ്ടേ? എവിടെ? അക്കരയോ? എങ്ങനെ? ബോട്ടേ കേറിയോ? അസാലെ ഫോട്ടോ, ആശാന്റെ ഫോട്ടോ. എന്തുവാ? ആരാ ആശാൻ? ഇതാണോ ആശാൻ? അണ്ട് ആ ഇരിക്കുന്നതാണ് ആശാൻ. അതാരാ അത്? അവര് കണ്ണൊക്കെ ഇഷ്ടമാണോ? എങ്ങനെയുണ്ട് പെണ്ണെ? മുഖം നോക്കുന്ന ചൂടാ. അനങ്ങണോ? ഞാൻ മാത്രം കേട്ടു. അതാരും ചിരിക്കാൻ. ടീന വ്ളോഗിന് വേണ്ടി പിന്നെ പിന്നെ പറഞ്ഞ് ചിരിപ്പിക്കല്ലാറ്. ഒരാളില്ലാതെ ഒരു മനുഷ്യന് ഇത്രയും പറയാൻ പാടില്ല. നമ്മളെല്ലാരും തിരിച്ച് നീന്തി പോകണമെന്നാണ് അവറാച്ചന്റെ അഭിപ്രായം.
അല്ല, നമ്മളെ പറ്റിച്ചതാണോ? എന്തി എവിടെ നോക്കിക്കേ. എടാ എങ്ങനെ ഉണ്ടായിരുന്നു വല വീശിയത്? നല്ലായിരുന്നു. ആ, നമ്മുടെ ചൂണ്ട എടുത്തില്ലല്ലോ, നമ്മുടെ വീട്ടിലല്ലേ ചൂണ്ട. എടുത്തിട്ടേ ഇല്ല. ജാക്സനെ വൈറലാക്കാം. ജാക്സൺ ഓൾറെഡി വൈറലാ. ജാക്സൺ ഇങ്ങനെ എത്തിയാ മതി. അതെ അതെ, ജാക്സൺ എടുത്തിട്ടെ. ജാക്സൺ തിരിഞ്ഞു. ആണോ? അതല്ലടാ, എന്തില്ലാരും ലൈറ്റ് കാണുന്നില്ലേ നിങ്ങളൊക്കെ അവിടെ? അതാ അങ്ങോട്ട് പോയി. അവിടെ ചെറുതായ ഒരു വട്ടം കണ്ടോ? വട്ടമില്ല, ഇരുട്ടത്ത് വരുന്നുണ്ട്. അതാ ഇല്ലേ, തന്നെയെന്ന് പറയും. കേട്ട് കാണത്തില്ല. ഇവിടെ എത്തുമ്പോ വിളിക്കാം നമുക്ക്. Guys, അടുത്ത കോമഡി. മെൽവി ചേട്ടന്റെ കണ്ണാടി വെള്ളത്തിൽ പോയി. ഞങ്ങൾ വ്ലോഗിന് വേണ്ടി കണ്ണനുണ്ടാക്കിയതല്ല, ഇതറിയാതെ പോയതാണ്. അതെ, അറിയാതെ പോയി. ഇപ്പൊ ഒരു പാവൻ ചേട്ടൻ ഇറങ്ങി തപ്പാൻ നോക്കും. അതെ അതെ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതെ അതെ അതെ, നമ്മുടെ വണ്ടി ഓടിക്കേണ്ട മെൽവിൻ ചേട്ടനായിരുന്നു. കണ്ണാടി കിട്ടിയില്ല. കണ്ണാടി തുടയ്ക്കാൻ വേണ്ടി കണ്ണാടി ഒന്ന് എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ കണ്ണാടി എടുത്തില്ല, തുടക്കാൻ വേണ്ടി ഇങ്ങനെ തുടച്ചതാണ്. തുടച്ചപ്പോ കൈ അതിന്റെ ഇടയിൽ കൂടെ കയറി തട്ടിത്ത. ഓ, ഇച്ചിരി മാറിയും തുടക്കായിരുന്നു. മര്യാദക്ക് ഇടങ്ങാതെ നിന്നാ പോരാ. പാവം, അങ്ങനെ പറയല്ലേ, തപ്പട്ട്. അമ്മയല്ലേ അറ്റത്തിരിക്കുന്നത്? അതുകൊണ്ട് എത്ര പേര്, കുറെ പേരുണ്ടല്ലോ. അമ്മയാണ് അറ്റത്തിരിക്കുന്നത്. ആ ശരിയാ, നമ്മുടെ ആൾക്കാർ വരുന്നു. ടമ്മി, ദേ ടമ്മി. Guys, still കണ്ണാടിക്ക് വേണ്ടി തിരയുകയാണ്. കണ്ണാടിക്ക് വേണ്ടി തപ്പുമ്പോ ഭാര്യ ഇവിടെ കട്ട് തിന്നുന്നു. തിരിച്ചു കെട്ടി വെച്ചാൽ ഭർത്താവ് നിങ്ങളെ കൊല്ലും. ആണോ? പാവ അപ്പാപ്പു ഇത് കഴിക്കണോന്ന് പറഞ്ഞതാ. അടങ്ങിയിരിക്കും പിള്ളേരെ നിങ്ങള്. രണ്ടാൾക്കാർ ഇറങ്ങിയോ? ചാനലിന് വേണ്ടിയുള്ള കണ്ടന്റ് ആണോ? എനിക്കറിയത്തില്ല. മെൽവിൻ ചേട്ടൻ ഇത്ര ബ്ലൂ കുയിൽ മീഡിയ അല്ല, മെൽവിൻ ചേട്ടൻ ഇത്ര ആത്മാർത്ഥത എന്റെ ചാനലിൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടി. അമ്മ കേറുവാ. വെയിനുണ്ട് വെയിനുണ്ട്. മൊബൈൽ എന്ന് പറയുമ്പോ എങ്ങനത്തെ എല്ലാരും ചാടാ.
ടിമി ഒന്ന് കാണും ടിമി. ആ എക്സ്ക്ലൂസീവ്. അങ്ങനെ പല പല പ്രതിസന്ധികൾ കടന്ന് പറയൂ ജാക്സൺ എങ്ങനെയാ ഡ്രൈവർ? ജാക്സൺ എവിടെ? ജാക്സൺ എനിക്ക് കണ്ടന്റ്, എന്റെ ചാനലിൽ കണ്ടന്റ്. ജാക്സൺ ജാക്സൺ പറയൂ. ജാക്സണോ ഒരു ആംബുലൻസ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ജാക്സൺ അതിനിടയ്ക്ക് ഞങ്ങൾ വിളിക്കുന്നത്. ഞാൻ കോൾ എടുത്താൽ ചിലപ്പോ ചാവുമായിരുന്നു. കാറ്റ് കേൾക്കുന്നോണ്ട് നീ സേഫ് ആയിട്ടാ വണ്ടിയെ വന്നത് ഇവരെല്ലാം. ഞാൻ പറന്നു പോയിരുന്നു. ഗർഭിണിക്ക് അൺബോക്സിംഗ് ഡ്യൂഡ്. മെലിച്ചോണ്ട് ആ കണ്ണാടി ഒന്ന് കാണിച്ചത് ചേട്ടാ. ആ കണ്ണാടി ഒന്ന് കാണിച്ചു. എന്താ ആയുസുള്ള കണ്ണാടി കേട്ടോ അത്. അതും ജിജി തുടയ്ക്കാൻ വേണ്ടി എന്റെ അറ്റത്ത് പോയി തുടച്ചത്. തുറക്കണം മുട്ടി നിന്നിട്ട് നല്ലൊരു ചീഞ്ഞ കളി. ഞാനും ചേച്ചി വഴി കൂടെ നടക്കുമ്പോ ആരാ ഏറ്റവും ഉറക്കെ ആ പറയുന്നേ നോക്കാം. ആ ചേച്ചി അതിന് ഉറക്കെ ശരിയല്ലോടാ നീ ഫിലോസഫി. അതെന്താ ഇടാ അടുത്തോ നിനക്ക്? അങ്ങനെ ഓ യെസ് ചേച്ചി ഇന്ന് വ്ലോഗ് എടുക്കണമെന്ന് ചേച്ചിയുടെ ആഗ്രഹമല്ലായിരുന്നോ? ഇപ്പം എങ്ങനെ തോന്നുന്നു ഇതിനെ പറ്റി ഒരു അഭിപ്രായം? കൊറേ കണ്ടന്റ് കിട്ടി. ജീവ ചേച്ചിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് കാരണം ഒരു കണ്ണാടി കണ്ടന്റ് കിട്ടി. കണ്ണാടി താഴെ കളഞ്ഞു. അത് ആത്മാർത്ഥത കൂടി 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 ആ തോടിന്റെ പക്കത്ത് പോയി കണ്ണാടി തുടയ്ക്കാൻ പോയതാ. നേരെ ഏത് വെള്ളത്തിൽ വീണു. അതെ അതെ കരയ്ക്ക് ഇന്ന് മനുഷ്യനെ പിടിച്ച് നനച്ച് വെള്ളത്തിൽ ഉറക്കി അയാൾ മുങ്ങിട്ട് ചാടാൻ പോയ ജാക്സൺ ആണ് നമ്മുടെ ഹീറോ. ഞാൻ ഓർത്ത് ക്രെഡിറ്റ് വരെ അവർക്ക് കൊടുക്കട്ടോ, എനിക്ക് കിട്ടും. അപ്പൊ നീ എല്ലാം ചെയ്യുന്നില്ല. മലമുട്ടി പോയാ ശവമുട്ടി അവൻ ഓട്ടോയെ മാത്രമേ കയറത്തില്ല, ഫ്രണ്ട് ഇരിക്കാൻ പറ്റാത്ത. അടിപൊളി. സീനായിരുന്നു കേട്ടോ. പേര് സീൻ. അത് വെള്ളിമുങ്ങ സിനിമ ഡയലോഗാ. ആ കണ്ടിന്യൂ. അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ കിട്ടി. നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ഈ പ്ലേറ്റുകളൊക്കെ കാണുമ്പോ ഒരു സന്തോഷം. എല്ലാരും കൂടെ വേറെ കഴിച്ചല്ലോ. എന്നാ മുള്ളൂടെ കാണിച്ചു. അമ്മാമ കഴിച്ച് 2 മുള്ള. ഒരു മുള്ള ഉണ്ടോ? ഞാനല്ല, അമ്മാമ്മൂന്റെ ഇത് കണ്ടോ? ഇത് അമ്മാമ്മ പണിതോണ്ടിരിക്കുന്ന ഒരു താജ്മഹലാണ് കേട്ടോ. ഇത് ഇച്ചിരി ഇച്ചിരി ഉണ്ട്. അങ്ങനെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ എല്ലാരും. കാരി, പള്ളത്തി, കപ്പ, വരാല്, പാലപ്പം, കള്ളപ്പം, കാട, ബീഫ്, പന്നി, തലക്കറി, എന്താ പറയാ, അങ്ങനെ എല്ലാം നല്ല കാര്യം. അല്ല, പാവനാശ്രമം. എന്താ പറഞ്ഞു?
വെള്ളമാടുന്നു. അയ്യോ എനിക്ക് പാട്ടുണ്ട്. സീരിയസ്ലി വെള്ളമാടുന്നത്. എന്നിട്ട് ഞങ്ങളെല്ലാം എല്ലാ സാധനങ്ങളും പിന്നെ കള്ള്, മധുരക്കള്ള്, മൂത്തക്കള്ള്, ചെത്തുകള്ള്, പിന്നെ അതായത് മുന്തിരിക്കള്ള്, ഇത്രയും ടൈപ്പ് കള്ളുകൾ കുടിച്ചു. കള്ളുകൾ ഞങ്ങൾ എല്ലാവരും കുടിച്ചു. വേണ്ടായിരുന്നു. അങ്ങനെയല്ല അല്ല അങ്ങനെ എല്ലാം കഴിഞ്ഞു. സന്തോഷായി. ഇനി ഇതുപോലെ എപ്പോഴാന്നറിയില്ല. ജാക്സൺ കാണിക്കുന്നത് ശിവമാർക്കെല്ലാം ഭ്രാന്തായിട്ടുണ്ട്. ഇവർക്കെല്ലാം ഭ്രാന്തായിട്ടുണ്ട്. തെളിവ് തെളിവ് ഇവർക്കെല്ലാം ഭ്രാന്തായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കഴിഞ്ഞു. സന്തോഷമുണ്ട്. എന്തൊക്കെ അത് വീര്യത്തിന് വേണ്ടിയാ. ഒറ്റ മണിക്ക് കുടിക്ക് ചേട്ടാ. ഓ ഓ മാസ്. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ഒരു അംഗത്തിന് ശേഷം ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു. ബൈ ഗൈസ്. സോ ഒരു നല്ലൊരു ഇവന്റ്ഫുൾ ഈവനിങ് ആയിരുന്നു. കസിൻസ് ഡേ ഔട്ട് നൈസ് ആയിരുന്നു. ഡബിൾ In the land of green and gold, where the rivers gently flow, hear the whispers of the trees in the soft carol of the breeze, boats that glide on calm still morning mist. The sun wakes. Life flows slowly with the tide. In the back waters we glide. Oh, Kerala, enchanting spree, where earth and water meet the sea. വസുമതിക്കൊരു പ്രണയലേഖനം. In Kerala, I feel so free. Fishing nets and coconut trees. Moonlight dances on the street. Homes on water drift and sway. In Kerala, instead, underneath the sky so blue, lost in dreams. Life is simple, pure and true. In Kerala, lost you. The coffee struck through emerald fields. Nature's love, country. children laugh and splash and play in Kerala's sweet array. അതെ.
feel Bye. nature's love, she gently heals. Children laugh and splash. എന്നായിരുന്നു പറയുന്നത്? ചേച്ചിയെ പറ്റി സൂപ്പറാ. എന്റെ ചേച്ചിനെ കാണാൻ സുന്ദരിയാണ്. എന്നെ കൂടെ കാണിച്ചു കൊടുക്ക്. ഞാനത് നമ്മുടെ സ്വന്തം വീട്ടിലെ ആൾക്കാർ നമുക്ക് അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾക്ക് അങ്ങനെ ഭംഗി ആസ്വദിക്കാൻ പൊതുവെ പറ്റാറില്ലല്ലോ. പക്ഷെ എന്റെ ഭംഗി ഞാനിങ്ങനെ അമ്മ ചേച്ചിനെ കാണാൻ ചേച്ചിയുടെ മറ്റേ വാഗമൺ വ്ളോഗില്ലേ റിയ ചേച്ചിയുടെ കണ്ടപ്പോ ഞാൻ ചേച്ചി ഒരു സുന്ദരി തന്നെ എനിക്ക് അങ്ങനെ ഉള്ളീന്ന് തോന്നി. ജിബി ചേച്ചിക്ക് ഒന്നും തോന്നിയില്ല നിനക്ക്? ചേച്ചി ജന്മനാ സുന്ദരിയാണല്ലോ. ജന്മന അങ്ങനെ അല്ലായിരുന്നു ചേച്ചി. ഞാൻ കണ്ടിട്ടില്ല. ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ജന്മന ഞാൻ ചേച്ചി ഇച്ചിരി ഉടക്കായിരുന്നു. പ്രശ്നമാണ് അയ്യോ അല്ല ചേച്ചി ഞാനിതൊക്കെ അല്ലാതെ പറഞ്ഞു. നിങ്ങൾ ഉടക്കായിരുന്നു. അവളുടെ കഷ്ടത്തിലായിരുന്നു നിന്റെ കൈ പെട്ടു. ഞങ്ങൾ ഉടക്കായിരുന്നു. കൈ കൊടുത്തിട്ട് നിങ്ങൾക്കൊരു കഥ റിയ ചേച്ചിക്ക് വേണ്ട ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. ഈ അമ്മു ചേച്ചിക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഫുഡല്ല അത് ഐസാട്ടല്ലേ ചേച്ചി? ഐസാട്ടല്ലായിരുന്നു. ഐസാട്ട് അമ്മു ചേച്ചി കഴിക്കുക. അപ്പൊ ഐസാട്ട താഴെ പോയി. അമ്മു ചേച്ചി ഐസ് കട്ടയും കൊഴിച്ചിട്ട് അടുത്തായിരുന്നു ചേച്ചി. അങ്ങനെ കണ്ട ഐസോട്ടം കൊടുത്ത Okay. How was the trip? It was very nice. Okay. ആ കണ്ണാടി വെള്ളത്തിൽ പോയി. ഞാനും മാമയും കൂടി പിടിച്ചു വെക്കായിരുന്നു. ചാടിയാലേ വെള്ളത്തിൽ. അതെ ബോട്ട് കയറി വന്നതേ ഉള്ളൂ. ഹെൽമെറ്റ് പിടിക്കാം. ഞാൻ നോക്കും വേറെ ആൾക്കാർ മെയിൻ ആവുന്നു.